കേരള സംസ്ഥാനത്തിന്റെ അടുത്ത ഭരണം ആർക്കെന്ന ചോദ്യത്തിന് ഉത്തരം തേടി ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ് മലയാളികൾ. മൂന്ന് മുന്നണികളും അവസാന കണക്കുകൾ കൂട്ടിനോക്കുന്ന തിരക്കിലാണ്. അപ്രതീക്ഷിതമായ അടിയൊഴുക്കുകൾ ആരെ തുണയ്ക്കുമെന്ന ആശങ്ക നിലനിൽക്കുമ്പോഴും തങ്ങൾക്കാണ് വിജയ സാധ്യതയെന്ന ഉറച്ച വിശ്വാസത്തിലാണ് LDFും UDFും NDAയും. 16ാം നിയമസഭയിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. രാവിലെ 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു. വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ് സമയം. മെയ് 4-നാണ് വോട്ട് എണ്ണുന്നത്. 140 മണ്ഡലങ്ങളിലായി 30,495 പോളിംഗ് ബൂത്തുകളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. ഒരു ബൂത്തിൽ പരമാവധി 1200 വോട്ടർമാർക്ക് വോട്ട് ചെയ്യാം. സംസ്ഥാനത്ത് 2016 മുതൽ അധികാരത്തിലുള്ള LDF വീണ്ടും ഒരു ഭരണ തുടർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. വികസനവും ക്ഷേമവും വോട്ടായി മാറും എന്നാണ് LDFന്റെ പ്രതീക്ഷ. 2016-ൽ 91 സീറ്റുകൾ നേടി അധികാരത്തിലെത്തിയ ഇടതുമുന്നണി 2021-ൽ 99 സീറ്റ് നേടിക്കൊണ്ടാണ് ചരിത്രം സൃഷ്ടിച്ചത്. സംസ്ഥാനത്ത് ആദ്യമായാണ് 5 വർഷം പൂർത്തിയാക്കിയ ഒരു മുന്നണി വീണ്ടും തുടർഭരണത്തിനായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഇത്തവണ ഹാട്രിക് വിജയം എന്ന പുതിയ റെക്കോർഡ് ലക്ഷ്യമിട്ടാണ് LDF ഇറങ്ങുന്നത്. തുടർഭരണം ലഭിക്കും എന്നാണ് LDF നേതാക്കളുടെ എല്ലാം കണക്കുകൂട്ട്. അതേസമയം സംസ്ഥാനത്ത് ഭരണമാറ്റം ഉണ്ടാകും എന്നാണ് UDF അവകാശപ്പെടുന്നത്. ലോക്സഭ തദ്ദേശ ഇലക്ഷനുകളിലെ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് UDF. ഇത്തവണ തങ്ങളും കേരള രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയാകും എന്ന് NDAയും അവകാശപ്പെടുന്നു. കേരള രാഷ്ട്രീയത്തിൽ ഭരണവിരുദ്ധ വികാരം എന്നത് കാലങ്ങളായി സ്വാഭാവികമായി കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. എന്നാൽ 2026-ൽ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കുന്ന വീണ്ടും ഒരു ഭരണ തുടർച്ചയ്ക്ക് അനുകൂലമായ ചില ശക്തമായ ഘടകങ്ങളും കാണപ്പെടുന്നുണ്ട്. അതിലൊരു പ്രധാന ഘടകം ഇടത് സർക്കാർ പ്രതിമാസം പെൻഷനായി 1050 കോടി രൂപ ചെലവിടുന്നു എന്നതാണ്. ഏകദേശം 62 ലക്ഷം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. അതിൽ പകുതിയോളം പേർക്ക് പെൻഷൻ വീട്ടിലെത്തിക്കുന്നത് സഹകരണ ബാങ്ക് ജീവനക്കാരാണ്. അത് ഭരണപക്ഷത്തിന് വലിയ മുൻതൂക്കം നൽകുന്ന ഒന്നാണ്. അതേപോലെ വിദ്യാഭ്യാസ രംഗത്തും വലിയ മാറ്റങ്ങളുണ്ടായി. 45,000-ത്തിലധികം ക്ലാസ് മുറികളാണ് ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർന്നത്. സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള വർധനവും ഉണ്ടായി. പുസ്തക വിതരണത്തിന് മാസങ്ങൾ എടുത്തിരുന്ന കോൺഗ്രസ് സ്റ്റൈൽ മാറി ഇപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുൻപേ എല്ലാം കൃത്യമായി എത്തിക്കുന്നുണ്ട്. മറ്റൊന്ന്, കുടുംബശ്രീ എന്ന സംവിധാനത്തെ പാർട്ടി വളരെ കൃത്യമായി ഉപയോഗിക്കുന്നു എന്നതാണ്. ആ ഏകോപനത്തിലൂടെ സ്ത്രീ വോട്ടർമാരുടെ ഒരു വലിയ ശതമാനം LDFിനൊപ്പം തന്നെയാണ് നിലകൊള്ളുന്നത്. 10 വർഷങ്ങൾക്ക് ശേഷം ഭരണമോഹമായി എത്തുന്ന കോൺഗ്രസിന് പാരയായി മാറുന്നത് പാർട്ടിയിലെ ഗ്രൂപ്പുകൾ തന്നെയാണ്. സതീശനെ തോൽപ്പിക്കാൻ ചെന്നിത്തല ഗ്രൂപ്പും ചെന്നിത്തലയ്ക്ക് പാരപണിയാൻ സതീശൻ ഗ്രൂപ്പും സജീവമായി മുന്നിൽ തന്നെയുണ്ട്. ഒരു ബൂത്ത് കമ്മിറ്റി പോലും കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ തകർന്നിരിക്കുന്ന കോൺഗ്രസ് 71 സീറ്റുകളിൽ എങ്ങനെ വിജയിക്കുമെന്ന് ഒരു പിടിയുമില്ല. മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മണ്ഡലങ്ങൾ മാത്രമാണ് കോൺഗ്രസിന് ഉറച്ച സീറ്റുകൾ എന്ന് പറയാവുന്നത്. ശബരിമലയും സ്വർണ്ണക്കൊള്ളയും സർക്കാരിനെതിരായി ചിത്രീകരിക്കാൻ കഴിഞ്ഞാലും ഹിന്ദു വോട്ടുകൾ പോകുന്നത് BJPയിലേക്ക് തന്നെ ആയിരിക്കും. പോറ്റിക്കൊപ്പമുള്ള സോണിയാഗാന്ധി അടങ്ങുന്ന നേതാക്കളുടെ ചിത്രങ്ങൾ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് നൽകിയത്. സോഷ്യൽ മീഡിയയുടെ സ്വാധീനം ഏറിയതോടെ പഴയ പോലെ നേതാക്കന്മാർക്ക് വാക്കുകൾ മാറ്റി പറയാൻ കഴിയുന്നില്ല. കോൺഗ്രസ് നേതാവ് VD സതീശനൊക്കെ ഇക്കാര്യത്തിൽ ആകെ പെട്ടിരിക്കുകയാണ്. ഒട്ടുമിക്ക സംഭവങ്ങളും ചാനലുകൾ കവർ ചെയ്യും മുന്നേ സാധാരണക്കാർ സാമൂഹിക മാധ്യമങ്ങളിൽ വീഡിയോ അടക്കം പോസ്റ്റ് ചെയ്യുകയാണ്. സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും ആവേശം നിറഞ്ഞ ഒരു ഇലക്ഷനാണ് ഇന്ന് നടക്കുന്നത്. മെയ് 4 വരെ കാത്തിരിക്കണം കേരളം ഇനി ആര് ഭരിക്കുമെന്ന് അറിയാൻ. അതോടൊപ്പം ഭരണമില്ലെങ്കിലും ഒരു നിർണായക ശക്തിയായി BJP മാറിയോ എന്നറിയാനും കേരളം കാത്തിരിക്കുകയാണ്.